ചെണ്ടമേളവും തറകളിയും പടക്കും അങ്ങനെ എല്ലാം ഉണ്ടാവുന്നേ. അല്ല വീണേ, നന്ദോട്ടനും ബാക്കിയുള്ളവരൊന്നും വന്നില്ലേ? ഹേയ് ഇല്ലടാ, നന്ദോട്ടന് വയ്യാണ്ടിരിക്കുക. അവനെ ആദ്യങ്ങളും കാവ്യാന്റിയും കൂടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയതാ. നല്ല ജലദോഷവും കഫം കെട്ടുണ്ട്, അതാ. ഓ അത് ശരി. അല്ല, ഉത്സവം എന്ന് പറയുമ്പം ആദ്യം ചാടിക്കേറി വരുന്നത് അവനാണല്ലോ, അതാ ചോദിച്ചേ. പാവാ, ഞങ്ങള് പോണ കാര്യം അവൻ അറിഞ്ഞൂടാ. അറിഞ്ഞെന്നുണ്ടെങ്കിൽ വീടെന്നങ്ങ് രണ്ടാക്കി കളയും. ഉണ്ണിമോളെ, ഞാൻ വരുന്നത് ഉത്സവം കാണാനാട്ടോ. ആ, ഞാനും ഉത്സവം കാണാൻ തന്നെയാ പോന്നേ. എന്താടി, അപ്പൊ ഞാൻ മാത്രം എന്താ സിനിമ കാണാൻ പോന്നേ? അല്ല അല്ല, നീ ഉത്സവത്തിന് തന്നെയാ പോവുന്നേ. പക്ഷേ ഉത്സവം കാണാനാണോ? അല്ലടി, സർക്കസ് കാണാനേ. എന്തേ? രണ്ടെണ്ണം കൂടെ തുടങ്ങല്ലേ, അല്ലെങ്കിൽ തന്നെ മനുഷ്യനെ എളി പിടിച്ച് നിൽക്കുവാ. ഓ എന്റെ തമ്മിലോ, വയ്യാറിയോ? നീ എപ്പോഴും ടെൻഷനിങ്. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. വയ്യാറിയോ ഗെറ്റിംഗ് സോ മെനി ടെൻഷൻസ്. മനുഷ്യനെ തിരിയാവുന്ന ഭാഷയിൽ പറയും. അല്ല, നീ എന്തിനാ എപ്പോഴും അങ്ങനെ മോന്തയും കറുപ്പിച്ചോണ്ട് നിൽക്കുന്നേ? നിനക്ക് ഉത്സവത്തിന് പോവാന്നൊക്കെ പറഞ്ഞാ വലിയ ഇഷ്ടമല്ലയോ? പിന്നെ നമ്മളിപ്പോ ഉത്സവത്തിനല്ലേ പോന്നേ, പിന്നെ എന്തിനാടി ഇങ്ങനെ മോന്തയും കറുപ്പിച്ചോണ്ടിരിക്കുന്നേ? എന്തേ, എന്ത് പറ്റി? അതന്നെ, എന്തേ ഉത്സവത്തിന് നിനക്ക് ഇഷ്ടമില്ലാത്ത ആരെങ്കിലും വരാന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെ മോന്ത കറുപ്പിക്കാൻ മാത്രം? അത് പിന്നെ ആര് വന്നാലും എനിക്കെന്താ? ഉത്സവ പറമ്പ പലരും പലയിടത്തുനിന്നും വരും. അത് കരുതി അതിനൊക്കെ ഞാനെന്തിനാ ടെൻഷൻ അടിക്കുന്നേ? ഉത്സവം കാണാൻ പോണതേ എനിക്ക് സന്തോഷം കിട്ടാനാ, അല്ലാതെ വേറെ ആരും കാണാനൊന്നല്ല. അയ്യോ പൈങ്കിളി, എനിക്ക് ഇപ്പോഴൊരു കാര്യം ഓർമ്മ വരുന്നേ. അത് പിന്നെ ഗോതമ്പ് ബ്രോ ഇന്നലെ പറഞ്ഞില്ലായിരുന്നോ? ഗോതമ്പ് ബ്രോയും ഹണിയും ഒരുമിച്ചോ ഉത്സവത്തിന് വരുന്നുണ്ടെന്നേ. അത് ഈ ഉത്സവം തന്നെയാണോ? ഓഫ് കോഴ്സ്, അവര് ഈ ഉത്സവത്തിനാ വരുന്നത്. എന്നാലും ശത്രുവിന് ശത്രു മിത്രം എന്ന് പറയുന്ന പോലെ ഗോതമ്പ് ബ്രോയും ആ ഹണിയും എന്ത് മേച്ചാലേ. പൈങ്കിളി, എന്നാടി? അത് പിന്നെ നീ ഇപ്പൊ എന്തിനാ അവരെ പറ്റി ഒരു അനാവശ്യം പറയുന്നേ? നിനക്കെന്നെ അറിഞ്ഞൂടെ ആരെ പറ്റിയും നമ്മൾ അറിയാണ്ട് ഒന്നും പറയാൻ പാടില്ലെന്ന്? പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? അതിന് അറിയാത്തതും ഇല്ലാത്തതായിട്ടുള്ള കാര്യം ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോടി. ഉള്ളതല്ലേ പറഞ്ഞേ. എന്താ ഉണ്ണിമോളെ, ഞാൻ പറഞ്ഞ ശരിയല്ലേ? ഗോതമ്പ് ബ്രോ ഇപ്പോ ഹണിന്റെ അല്ലേ? ഓഫ് കോഴ്സ്, ആ ഹണിക്ക് ഗോതമ്പ് ബ്രോ എന്ന് പറഞ്ഞ പേരത്തി ഇഷ്ടാണ്. അത് നമുക്ക് മാത്രമല്ലല്ലോ, എല്ലാവർക്കും അറിയാം. അത് മാത്രല്ല, ഗോതമ്പ് ബ്രോ ആരാ? നമ്മളെ തമ്പ്രുവിന്റെ എനിമി. തമ്പ്രുവിന്റെ മാത്രല്ല, നമ്മളെ എനിമി. ആ ഹണി ആരാ? തമ്പ്രുവിന്റെ എനിമി. തമ്പ്രുവിന്റെ മാത്രല്ല, നമ്മളെ എനിമി. അപ്പൊ പിന്നെ എനിമിക്ക് എനിമി ആരാ? എനിമിക്ക് എനിമി ആരും ആവാം. അതാണ്. അപ്പൊ നീ പറഞ്ഞതിലും ഒരു പോയിന്റ് ഉണ്ട്. ശത്രുവിന് ശത്രു മിത്രം ആവാം. അല്ലാണ്ട് ഉണ്ണിമോളെ എന്താ? എടി എന്തോന്നടി ഇത്? നിങ്ങൾ തന്നെ അറിഞ്ഞൂടെ എനിക്ക് അവരെ പറ്റി ഒന്നും സംസാരിക്കാൻ ഇഷ്ടമല്ലെന്ന്? പിന്നെ എന്തിനാ ഏത് നേരവും അവരെ പറ്റി ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നേ? വായി ചാമ്പലോ, നിനക്ക് പൊല്ലിനുണ്ടോട്ടാ? പൊള്ളാൻ അവനെന്താ ആരാ? അവനെ ആര് വേണമെങ്കിലും നോക്കട്ടെ, അതില് എനിക്കെന്താ? സോ ലീവിടാ. എന്തിനാ ഇങ്ങനെ ടേക്ക് ചെയ്യുന്നേ? ഹലാക്കിൽ ഇംഗ്ലീഷ് മനുഷ്യനോട് കാലി തൊള്ളി നിൽക്കുവാ. ഓപ്പണാ പൈങ്കിളി, ഇന്ന് നമ്മള് ഗീവപ്പ് ചെയ്യരുത് കേട്ടോ. ഇന്ന് എന്തായാലും ഇവള് വായന്ന് ഇവക്ക് നമ്മൾ ഗോതമ്പ് ബ്രൗൺ ഇഷ്ടാന്ന് പറയിപ്പിക്കുക എന്നെ ചെയ്യണം. ഓഫ് കോഴ്സ്, അതിനു വേണ്ടിയല്ലേ നമ്മൾ ഇത്രയും റിസ്ക് ടേക്ക് ചെയ്യുന്നത്. ഇനിയിപ്പോ ഇവര് പറയുന്ന പോലെ ആ ഗോതമ്പിനെങ്ങാനും ഹണീനോട് അങ്ങനൊന്നും ഉണ്ടാകത്തില്ല. എന്നാണെങ്കിലും ഗോതമ്പ് എന്റെ എനിമി മാത്രമായിരിക്കും. അത് കരുതി അവന് ഹണീനോട് അങ്ങനെ പറയുന്നൊന്നും എനിക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല. അവനൊരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. ഗോതമ്പേ, എന്റെ വിശ്വാസം നീ തകർക്കരുത്. കാരണം നീ എന്റെ എനിമി ആണെങ്കിലും നിന്നോട് എനിക്കൊരു റെസ്പെക്ട് ഉണ്ട്. അത് നീയായിട്ട് കളഞ്ഞു പൊളിക്കരുത്. എടാ, ഈ ആന തന്നെയല്ലേ കഴിഞ്ഞ ഉത്സവത്തിനുണ്ടായിരുന്നേ? അതേടാ, ഇത് അതേ കേശവൻ തന്നെയാ. അതാ, നല്ല കണ്ട് പരിചയമുണ്ടല്ലോ എന്ന് ആലോചിക്കായിരുന്നു. അല്ലടാ, നമുക്ക് ഒരുമിച്ച് ചിന്നുന്റെ കൂടെ വന്നാ പോരായിരുന്നോ? ഇതിപ്പോ അവര് സെപ്പറേറ്റ് വരണ്ടേ? ഒരു കണക്കിന് അവൾ അങ്ങനെ വരുന്നതാ നല്ലത്. അവള് വരുന്നതേ ഉത്സവം കാണാനൊന്നല്ല. അതെന്തേ? അതൊക്കെ ഉണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലടാ അലക്സേ, ഞാനൊരു കാര്യം ചോദിച്ചാ നീ സത്യം പറയോ? ഇതെന്ത് ചോദ്യാടാ? നീ ചോദിച്ചിട്ട് ഞാൻ എന്ത് സത്യം മറച്ചിട്ടുള്ളത്? ചോദിക്കേ. അത്
നീ ഹാപ്പി അല്ലേ? ആ എനിക്കെന്താ, ഞാൻ ഹാപ്പിയാ. എന്തേ പെട്ടെന്ന് ഇങ്ങനെ ചോദിച്ചേ? അല്ല, ഞാൻ ഇന്നലെ ഫംഗ്ഷനിൽ ശ്രദ്ധിച്ചായിരുന്നു, നീ ഒട്ടും ഓക്കെ അല്ലായിരുന്നു. മുഖം നല്ല ഡള്ളായിരുന്നു. എന്തോ ആലോചിച്ച് സങ്കടപ്പെടുന്ന പോലെ തോന്നി. അതാ ചോദിക്കുന്നേ, നീ ഓക്കെ അല്ലേടാ? അതൊക്കെ നിനക്ക് വെറുതെ തോന്നാതിരിക്കടാ. അത് പിന്നെ ഇന്നലെ രാത്രിയൊക്കെ നല്ലോണം ഉറക്കം വെച്ചായിരുന്നു. ഫംഗ്ഷനെ പോലെ ഡ്രസ്സും കാര്യങ്ങളും അങ്ങനെയൊക്കെ കുറച്ച് തിരക്കിലായി പോയി. അപ്പം നേരെ ഉറങ്ങാൻ പറ്റിയില്ല. അതാ നിനക്ക് അങ്ങനെ തോന്നിയേ, വേറെ ഒന്നുമില്ല. എനിക്കെന്ത് ഹാപ്പിക്ക് കുറവ്? നിങ്ങളൊക്കെ ഉണ്ടാകുമ്പോ ഞാൻ ഹാപ്പി ആയിട്ടിരിക്കൂലേ? ശരിക്കും? ആടാ ശരിക്കും. ഇതിലെന്തിരിക്കുന്നേ? ഞാൻ ഹാപ്പിയാ. അല്ല, നീ ഞാനും ഫ്രണ്ട്സ് ആയിട്ട് എത്ര കൊല്ലായിട്ടുണ്ടാവും? അങ്ങനെ ചോദിച്ചാ ഞാന് LKG പഠിക്കുമ്പോ മുതലേ, അതായത് നമ്മള് ചെറുപ്പം മുതലേ ഒരുമിച്ചല്ലേ പഠിക്കുന്നേ. ഓ, ഓക്കെ ഓക്കെ. അപ്പം ചെറുപ്പം തൊട്ട് ഞാൻ നിന്നെ കാണുന്നുണ്ട് അല്ലേ? ആ ഇതെന്ത് ചോദ്യാടാ? അല്ല, ചെറുപ്പം തൊട്ടേ ഈ ഗൗതമും അലക്സും ഒരുമിച്ച് തന്നെ ഉള്ളത്. അപ്പൊ പിന്നെ അലക്സിന്റെ ചെറിയൊരു ഇടർച്ചയൊക്കെ മനസ്സിലാക്കാനുള്ള പക്വത ഈ ഗൗതമൻ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇന്നലെ സത്യം പറയുകയാണെങ്കിൽ നീ ഒട്ടും ഓക്കെ അല്ലായിരുന്നു. എന്തോ കണ്ട് ഹേർട്ട് ആയ പോലെ ഉണ്ട്. പക്ഷെ ചോദിച്ചറിഞ്ഞിട്ടും പറയുന്നില്ല. എന്തായാലും നിനക്ക് പറയണമെന്ന് തോന്നുമ്പോ പറയും. എടാ അത് അങ്ങനൊന്നുമില്ലടാ. അത് പിന്നെ എന്തേ അവനവളും സംസാരിച്ചു നിക്കണ കണ്ടിട്ട് നിനക്ക് ഹേർട്ടായോ? അയ്യേ അതിലെന്തിരിക്കുന്നേ? അതൊക്കെ അവനവന്റെ താല്പര്യല്ലേ. ഞാന് അതിനൊന്നല്ല. ഞാൻ പറഞ്ഞല്ലോ, ഉറങ്ങാത്തോണ്ട് ടയേർഡായിരുന്നു. അതാ, വേറൊന്നുമല്ല. എന്നാ നീ വാ, അവിടെ ചിന്നും എല്ലാരും വന്നിട്ടുണ്ടാവും. നമുക്കൊന്ന് അങ്ങോട്ട് പോയി നോക്കാം. അവന് എന്തോ ഹേർട്ട് ആയിട്ടുണ്ട്. അതെന്താന്നറിയാണ്ട് ഞാൻ വിടത്തില്ല. ഒക്കെ വാങ്ങിത്തരാം. പോകുമ്പോ വാങ്ങാട്ടോ. ഇപ്പൊ വാങ്ങിക്കഴിഞ്ഞാലേ ബലൂണ് പിടിച്ച് നടക്കാൻ പ്രയാസാ. അവിടെ ഇവിടെ ഇട്ട് തട്ടിപ്പോയാലേ പൊട്ടി പോകുന്നേ. അതുകൊണ്ട് വീട്ടിൽ പോവാൻ നേരത്ത് മേടിക്കാവേ. ഉറപ്പ്, എന്തേലും മേടിച്ചേട്ടോ. അല്ല, ഈ മണിക്കുട്ടിന് എന്ത് പറ്റി? ഷോ, എവിടെ പോയി നോക്കാനാ? എന്താണ് ചേട്ടാ കാര്യം? എന്തെന്ന് പറ. കുറേ നേരമായല്ലോ ഇങ്ങനെ വേവലാതിപ്പെടുന്നേ. അതിന് മാത്രം എന്തുണ്ടായേ? അതന്നെ മണിക്കുട്ടൻ ചേട്ടാ, ആരോ വിളിച്ചതിന് ശേഷം ചേട്ടന് ഫുള്ള് ടെൻഷൻ ആണല്ലോ. എന്തേ, എന്ത് പറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതന്നെ, കുറേ നേരമായില്ലേ ഇങ്ങനെ തന്നെ നിൽക്കുന്നേ. ചോദിച്ചിട്ടൊന്നും പറയുന്നില്ലല്ലോ. എന്താ മണിക്കുട്ടൻ ചേട്ടാ പറ്റിയേ? അത് എന്നെ ഋഷി വിളിച്ചായിരുന്നു. ഋഷിയോ? ഏത് ഋഷി? ഓ, ഇവളൊരുത്തി പേര് നേരെ ചോ പറഞ്ഞ ഇവക്കൊട്ട് തിരിയില്ല. എടി കൃഷിയില്ലേ? കൃഷിയോ? അല്ല, അവനിങ്ങോട്ട് വരുന്നുണ്ടോ? എടി പൈങ്കിളി, കൃഷി എന്ന് പറയണത് ജൂലിന്റെ ചേട്ടനല്ലേ? ആ പയ്യനന്നെ. അല്ല, ഇവനെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നേ? ചിലപ്പം ഉത്സവം കാണാനായിരിക്കടി. അല്ല, ഋഷി മാത്രമാണോ വരുന്നേ അതോ ജൂലിയും? ആ ശല്യം തന്നെ ഇങ്ങോട്ട് കെട്ടിയെടുക്കുമ്പോ കൂടെ എന്തായാലും അവള് കാണാതിരിക്കത്തില്ലല്ലോ. എന്തായാലും വരും ഈ ഉത്സവം. അത് ഞാൻ എന്തൊക്കെ ആഗ്രഹിച്ചതാ, ഒക്കെ വെള്ളത്തിലായി. ഏട്ടാ, എന്താ ഏട്ടാ? ഏട്ടന് എന്തിന്റെ കേടാ? നമ്മൾ ഉത്സവത്തിന് വന്ന കാര്യം ഏട്ടൻ അവരോട് പറയാൻ തന്നേ. അതുകൊണ്ടല്ലേ ഇപ്പൊ ഇങ്ങോട്ടേക്ക് കെട്ടിയെടുക്കുന്നേ. അല്ല, അവര് വന്നാ നിനക്ക് എന്താ കുഴപ്പം? എനിക്ക് കുഴപ്പം തന്നെയാ. എനിക്ക് അവരെ കണ്ണെടുത്ത് കണ്ടുടന്ന് ചേട്ടനെ അറിയാവുന്നതല്ലേ. പിന്നെ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വിളിച്ചേർത്തിക്കുന്നേ? വിട്ടേക്ക് പൈങ്കിളി. അവരായിട്ട് ഇങ്ങോട്ട് വരാന്ന് പറയുമ്പോ അവരെ കൊണ്ട് എന്ത് പറയാൻ പറ്റും? അവരായിട്ട് പറഞ്ഞൊന്നല്ല, ഞാനായിട്ട് വിളിച്ചതാ. ഓ, എനിക്ക് അപ്പഴേ തോന്നി. ഈനാലേ വീട്ടിന്ന് എന്നോട് വരണ്ടെന്ന് പറഞ്ഞത്. കാര്യങ്ങൾ കടപ്പാശം ഇപ്പഴല്ലേ മനസ്സിലാവുന്നേ. പൈങ്കിളി തൊള്ള അടക്കിക്കോ. എല്ലാരും നോക്കണണ്ടില്ലേ? ഒരൊറ്റ വീക്കം വെച്ചിട്ട് പറഞ്ഞേക്കാം. വീട്ടിൽ കിടന്ന് കാർന്ന പോലെ ഇവിടെ ഒന്ന് കാണാൻ നിന്ന് കഴിഞ്ഞാല്. എടി പൈങ്കിളി, വീട്ടേക്ക് അവള് വരണെങ്കി വരട്ടെ. പൈങ്കിളി, ആൾക്കാരുണ്ടെന്ന് നോക്കൂല. ഒരു വീക്കം വെച്ചിട്ടും പറഞ്ഞേക്കാം. എടി പൈങ്കിളി, വീട്ടേക്ക്. എടി താമ്പരോ, ആ ജോലിക്ക് ചേട്ടനുണ്ടോ? അതെ ഉണ്ണിമോളെ. പക്ഷേ അവന് ഇവരെ കൂടെ ഒന്നല്ല നിക്കാറ്. അവന്റെ അച്ഛന്റെ നാട് ചെന്നൈയില്ലേ, അവിടെയാ നിക്കാറ്. ഇങ്ങോട്ട് വരുത്തൊക്കെ കുറവാ. ഇതെന്താ പെട്ടെന്ന് ഇങ്ങോട്ടേക്കെന്ന് ആർക്കറിയാ? ചോ, ആകെ മൊത്തം ഈ ഉത്സവം അവര് കുളം തോണ്ടല്ലേ. ആർക്കറിയാ എന്താവോ എന്തോ. എന്താടി ഇങ്ങനെ തുറച്ചു നോക്കി നിൽക്കുന്നേ? നടന്നോടെ, പോയി തേടി നോക്കാം.
പൈങ്കിളി സൗണ്ട് കുറച്ചട്ടാ ഇവിടുന്ന് വേങ്ങി കൂട്ടയ്യേ. അങ്ങനെ തന്നെ വെച്ചോ. അതിനിപ്പോ എന്താ, എന്റെ ഇഷ്ടല്ലേ ഞാൻ ആരെ സ്നേഹിക്കണം വേണ്ടെന്നുള്ളത്. എടാ മണിക്കുട്ടാ, ഞങ്ങൾ വേണമെങ്കിൽ ഇവിടെ നിക്കാം. നീ പോയി അവരെ തേടിയിട്ട് പോരെ. അതിനെന്നാ പോവാൻ പോന്നേ. എടി തമ്പുരോ, എന്താ ഉണ്ണിമോളെ? എടി എനിക്കൊന്ന് വാഷ്റൂമിൽ പോണായിരുന്നു. വീണേച്ചിനോട് ചോദിച്ച് നമുക്ക് പോയിട്ട് വരാം. ആ എന്നാ വാ, ആര് വരുന്ന മുന്നേ നമുക്ക് പോയിട്ട് വന്നേക്കാം. ചേച്ചി എന്താടി? ഞങ്ങൾ രണ്ടുപേരും വാഷ്റൂമിൽ പോയരാ. ചേച്ചിയും പൈങ്കിളി ഇവിടെ നിൽക്കുവോ? വേഗം ചെല്ലേ. ആടെ ഇവിടെ തിരിഞ്ഞു കളിക്കാൻ നിൽക്കരുതേ. വേഗം തന്നെ വന്നേക്കണം പറഞ്ഞേക്കാം. ആ ചേച്ചി ഇപ്പൊ വരാം. വേഗം ചെന്നോടെ. 5 minutes later. എന്റെ പൊന്നോ, എന്തൊക്കെ വള്ളികളാണോ വരുന്നേ. ഈ ഉത്സവം എന്താവോ എന്തോ, ഒരു പിടുത്തവുമില്ല. അല്ല, ഗൗതമും ഹണിയും ഉത്സവത്തിന് വരുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. പക്ഷെ എവിടൊക്കെ നോക്കിയിട്ടും അവനെ കണ്ടില്ലല്ലോ. ഇനിയിപ്പോ വേറെ എവിടെങ്കിലും ഉത്സവത്തിന് പോയതായിരിക്കോ? ഉണ്ണിമോളെ, കാന്താരി, ഹേയ് ചെല്ലോ. അല്ല, ആരാ ഇവനെ? ഋഷി, എടാ ഇത് ശരിക്കും നീ തന്നെയാണോ? എന്നാ ചെല്ലോ, മാമൻ അഴകറക്കണോ? മാമനോ? അത് ചുമ്മാ പറഞ്ഞതാ. ഞങ്ങളെ തമിഴ്നാട്ടില് ഇങ്ങനെയൊക്കെയാ പറയാറ്. അല്ല, നീ എന്താ ഇവിടെ ചെയ്യുന്നേ? അത് ഞങ്ങളൊരു ആവശ്യത്തിന് വേണ്ടി വന്നതാ. ഞങ്ങളോ? എന്നിട്ട് നീ മാത്രം ഉള്ളല്ലോ. അത് ഉണ്ണിമോള് ഇപ്പൊ വരും. ഉണ്ണിമോള് ഞാനും കൂടെ വന്നതാ. ഉണ്ണിമോളോ? അതാര്? അത് എന്റെ കസിൻ സിസ്റ്ററാ, രുദ്ര. വീട്ടിൽ വിളിക്കാ ഉണ്ണീന്നാ. രുദ്ര, നൈസ് നെയിം. എവിടെ നിന്റെ അക്കയൊക്കെ എവിടെ? അക്കനൊന്നും കാണാനില്ലല്ലോ. ഓ, ചേച്ചിയും പൈങ്കിളൊക്കെ അവിടെയാ. ഞങ്ങള് ഇങ്ങോട്ടേക്ക് പോന്നതാ. അല്ല, നിന്നെയും ജോലിനല്ലേ മണിക്കുട്ടൻ ചേട്ടൻ ഇങ്ങനെ തേടി നടക്കുന്നേ. എന്നിട്ട് മണിക്കുട്ടൻ ചേട്ടനെ കണ്ടോ? ഓ, കണ്ടായിരുന്നു. ജോലി അവന്റെ കൂടെയാ. നിങ്ങളൊന്നും കണ്ടില്ലല്ലോ. അതാ ഞാൻ ഇങ്ങോട്ട് പോന്നേ. ഓ, അത് ശരി. അവളും സംസാരിക്കുന്നുണ്ടല്ലോ. അപ്പോ അറിഞ്ഞാരാന്നാ തോന്നുന്നേ. അല്ല, അവനെന്താ അവിടെ ഒറ്റയ്ക്ക്? ഹണീന്റെ കൂടെ വരാന്നല്ലേ പറഞ്ഞേ. ഇവിടെ എന്താ ഒറ്റയ്ക്ക് നിക്കുന്നേ? അതും ഇങ്ങോട്ട് പോലും വരാതെ അവിടെ തന്നെ നിന്ന് നോക്കുവാണല്ലോ. പ്രതികാരം അത് വീട്ടാനുള്ളതാ. ഇപ്പൊ ശരിയാക്കി തരാട്ടോ. ആ പറടി. അല്ല, നിന്നെ കണ്ടിട്ട് കൊറേ ആയല്ലോ. ഞാന് എന്തോരം മിസ് ചെയ്തെന്നറിയോ? ആളാകെ മാറിപ്പോയല്ലോ. എന്റെ ലുക്കാ ഋഷി. ഇപ്പൊ നിന്നെ കണ്ട ആരാണെങ്കിലും ക്രഷ് അടിച്ച് പോട്ടോ. ഗൗതം കൂൾ. അവളെ ഫ്രണ്ടെങ്ങാനായിരിക്കും. എന്തായാലും അറിയാതെ എടുത്തു ചാടി അങ്ങോട്ട് ചെല്ലാൻ നിക്കണ്ട. എന്താ നടക്കണേന്ന് നിന്നെ നോക്ക്, എന്നിട്ട് ബാക്കിയുള്ളത് നോക്കാം. ഗൗതം വിചാരിച്ചേ നിനക്ക് മാത്രമേ എന്നെ ഇറിറ്റേറ്റ് ചെയ്യാൻ കഴിയൂന്നോ? ഇന്നത്തെ ഒരു ദിവസം നിന്നിട്ട് ഞാൻ എങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്നെന്ന് നോക്കി നിന്നോ? അല്ല, ഉണ്ണിമോളും പൈങ്കിളിയും എന്താ പറഞ്ഞേ? ഇതിനായിട്ടും നീ ദേഷ്യപ്പെടുന്നത് അവരെ കണ്ടിട്ടില്ലാന്നല്ലേ? എന്നാ പിന്നെ അവർക്ക് എന്റെ വക നിന്റെ ദേഷ്യം ഒരു സ്പോൺസർഷിപ്പ് ആയിക്കോട്ടെന്നേ. അല്ല, നിന്റെ കൂടെ രുദ്ര എന്ന് പറഞ്ഞ കുട്ടിയുണ്ടെന്ന് പറഞ്ഞല്ലോ. എന്നിട്ട് അവളെന്തേ? അവളതെ ഇപ്പൊ വരും. അല്ല ഋഷി, എങ്ങനെ നിന്നാൽ എങ്ങനെ? വാ, നമുക്ക് ഉത്സവപ്പറമ്പ് ഫുള്ളും ഒന്ന് ചുറ്റി കറങ്ങിട്ട് വരാന്നേ. തമ്പുരു, വന്നോടി. നിന്നെ കാത്തിരിക്കായിരുന്നു. അല്ലടി, ഇതാരാ? ഇതാടി ഇത്ര നേരം പറഞ്ഞോണ്ടിരുന്ന ആ കൃഷി. ഓ, അപ്പോ ഇവളാണോ ആ രുദ്ര? ഹേ ബേബ്. ബേബി നിന്റെ മറ്റോട് മാങ്ങാത്തലയാ. നോക്കണ്ടടി, ഞങ്ങൾ ആദ്യം പറഞ്ഞില്ലേ ഇവന് ഇങ്ങനെ തന്നെയാ. ഓ, വെറുതെ അല്ല, പൈങ്കിളി പറയണേ കണ്ണെടുത്ത കണ്ടുടാന്ന്. ഏ അഴകി, എന്താ അവിടെ നിക്കുന്നേ? ഇങ്ങോട്ട് വാ. നിന്നെ വിളിക്കുന്നേ, വാടി. ഓ, ഞാനൊന്നുമില്ല, നീ വാ, നമുക്ക് വീണേച്ചിനടുത്തേക്ക് പോവാ. ഓക്കേ, എല്ലാരും ഉള്ളതുകൊണ്ട് സംസാരിക്കാൻ ഒരു മടി കാണും. നമുക്കെന്നാ പിന്നെ മീറ്റ് ചെയ്യാട്ടോ.